ഹായ് ഗൈസ്, ഗിസ്ബോർഡ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ റിയൽമി 9i ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഗ്ലോബൽ ലോഞ്ച് നേരത്തെ തന്നെ നടന്നു കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാം. അതിനുള്ള സ്പെസിഫിക്കേഷനുകളെക്കുറിച്ച് ഒരു ചെറിയ ധാരണ എല്ലാവർക്കും ഉണ്ടാകും. ഓക്കെ, ഈ സ്പെസിഫിക്കേഷനുകളും മറ്റും വിശദമായി തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. റിയൽമി 9i റീറ്റെയിൽ പാക്കേജാണിത്. നല്ല കവറിംഗ് ആണ്. ഫോണിൻ്റെ ഏതാനും ചില സ്പെക്സ് ഈ കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി, ക്യാമറ, പ്രോസസ്സർ, ചാർജിങ് ഡീറ്റെയിൽസ് എന്നിവ ഇവിടെ ഉണ്ട്. ഫോൺ വേരിയൻറ്റിനെ കുറിച്ചുള്ള ചില വിശദാംശങ്ങളും ഈ കവറിൽ തന്നെ നൽകിയിട്ടുണ്ട്. 6GB റാം 128GB വേരിയൻ്റാണ് ഈ ഫോൺ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഇതിനകത്ത് ഉള്ളത് പ്രൊട്ടക്റ്റീവ് സിലിക്കൺ കേസ് ഫോണിനൊപ്പമുണ്ട്. ഒപ്പം സിം ഇജക്റ്റർ, യൂസർ മാനുവൽ എന്നിവയും ഈ കവറിൽ ലഭ്യമാണ്. ഇനി നമുക്ക് റിയൽമി 9i സ്മാർട്ട് ഫോൺ എടുക്കാം. ഓക്കെ, കാണാൻ നല്ല അത്യാവശ്യം ഭംഗിയുള്ള ഫോൺ തന്നെയാണ് റിയൽമി 9i സ്മാർട്ട് ഫോൺ. ഒരു ക്രിസ്റ്റീൻ ബ്ലൂ കളറിലൊക്കെയാണ് വരുന്നത്, ഈ വേരിയൻ്റ് വരുന്നത്. ഓക്കെ, ചാർജർ, USB കേബിൾ എന്നിവ ഈ കവറിൽ വരുന്നു. ഓക്കെ, 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയുള്ള ചാർജറാണിത്. ഒപ്പം Type-C കേബിളാണ് ചാർജിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോൺ നോക്കാം. ഓക്കെ, ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഏറ്റവും മുകളിലായി ഒരു പഞ്ച് ഹോൾ കട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ട്. ഫോണിൻ്റെ സെൽഫി ക്യാമറയ്ക്ക് വേണ്ടിയുള്ളതാണ്. 16MP ഫ്രണ്ട് ക്യാമറയാണ് റിയൽമി 9i ഫീച്ചർ ചെയ്യുന്നത്. ഓക്കെ, 6.6 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ, IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളത്. സ്ക്രീനാണെങ്കിൽ ഒരു 90 Hz റിഫ്രഷ് റേറ്റും ഫോണിൽ നൽകുന്നു. പക്ഷേ മറ്റു ഫോണുകളിൽ കാണാത്തതുപോലെ ഒരു ബെസൽസ്, തിക്കറായിട്ടുള്ള ബെസൽസ്, പ്രത്യേകിച്ചും ഏറ്റവും താഴെ വശത്ത് കുറച്ച് തിക്കറായിട്ടുള്ള ഒരു ബെസൽസ് നമുക്ക് കാണാം. ഇനി നമുക്ക് ഫോണിൻ്റെ പിൻവശത്തെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, പ്രിസം ബ്ലൂ കളർ വേരിയൻ്റ് ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണമാണ് ഈ ഫോണിലുള്ളത്. 50MP മെയിൻ ക്യാമറ, പിന്നെ 2MP മാക്രോ, 2MP ഡെപ്ത് സെൻസറുകളും ഈ ഫോണിലുണ്ട്. ഒപ്പം LED ഫ്ലാഷും ഈ ഫോണിലുണ്ട്. അതൊരു AI ക്യാമറ സെറ്റപ്പ് കൂടിയാണെന്നും യൂസേഴ്സ് മനസ്സിലാക്കുക. ഫോണിൻ്റെ പിൻവശത്ത് തന്നെയായി റിയൽമി ബ്രാൻഡിങ് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, താഴെ ഫോണിൻ്റെ താഴെയായി Type-C പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക്, സ്പീക്കേഴ്സ് എന്നിവയും ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഫോണിൻ്റെ ഒരു വശത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ കാണാവുന്നതാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, അതൊക്കെ വളരെ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഫോണിൻ്റെ വലതുവശത്തായി വോളിയം ബട്ടണുകളും സിം കാർഡ് ട്രേയും യൂസേഴ്സിന് കാണാവുന്നതാണ്. സിം കാർഡ് ട്രേ എന്ന് പറയുമ്പോൾ ഇതിനൊരു ഹൈബ്രിഡ് സിം കാർഡ് ട്രേ ആണോ അതോ ഡ്യുവൽ സിമ്മും ഡെഡിക്കേറ്റഡ് മൈക്രോ SD സ്ലോട്ടും ഉള്ളതാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ഹൈബ്രിഡ് സിം കാർഡ് ട്രേ അല്ല, ഡ്യുവൽ സിമ്മും ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടുമുള്ള ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിം കാർഡ് ട്രേ തിരിച്ചു വെച്ചു. ക്യാമറയും മറ്റ് സ്പെസിഫിക്കേഷനുകളും ഇനി നോക്കാം. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 680 പ്രോസസ്സറാണ്. ഇതൊരു 4G ചിപ്സെറ്റ് ആയതിനാൽ തന്നെ ഫോണിൽ 5G സപ്പോർട്ട് ഇല്ല എന്ന് മനസ്സിലാക്കണം. റാം സ്റ്റോറേജ് നോക്കുമ്പോൾ 6GB 128 വേരിയൻ്റാണ് ഇതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഗ്ലോബലി 3 വേരിയൻറ്റുകളാണ് ഈ ഫോൺ എത്തുന്നത്. ഈ വേരിയൻറ്റുകളൊക്കെ ഇന്ത്യയിൽ എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കാം. 5000 mAh ഫാസ്റ്റ് ചാർജിങ് 33 വാട്ട് സപ്പോർട്ടുള്ള ബാറ്ററിയാണ് ഈ ഫോണിലുള്ള. അത്യാവശ്യം മാന്യമായ ബാറ്ററി കപ്പാസിറ്റി ഫോൺ നൽകുന്നു. അപ്പം ബാറ്ററി സേവിങ്, സൂപ്പർ പവർ സേവിങ് മോഡ് എന്നിവയൊക്കെ ഉപയോഗിച്ച് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കൂടുതൽ നേരം നിലനിർത്താൻ കഴിയും. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആയിട്ടുള്ള റിയൽമി UI 2.0 സ്റ്റോക്ക് ചെയ്താണ് ഈ ഫോൺ എത്തുന്നത്. ആൻഡ്രോയിഡ് 12 അടക്കമുള്ള ഫ്യൂച്ചർ വെർഷനുകളിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതും ആണ് ഈ ഫോണ്. ഓക്കെ, ഇനി നമുക്ക് റിയൽമി 9iയുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടി വിശദമായി നോക്കാം. നേരത്തെ പറഞ്ഞിരുന്നു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിമ്പിളായിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമറ ഇൻ്റർഫേസ് ആണ് റിയൽമി 9i ഫോണിലുള്ളത്. ഒപ്പം തന്നെ വളരെ സിമ്പിളാണെങ്കിലും നിരവധി ഓപ്ഷനുകളും ഒട്ടനവധി മോഡുകളും ഈ ഫോണിലുണ്ട്. വളരെ മികച്ച ഫോട്ടോകൾ എടുക്കാൻ കഴിയും. അതും ഈ വിലയിൽ നൽകുന്ന മികച്ച ക്യാമറകളിൽ ഒന്ന് തന്നെയാണ് റിയൽമി 9i ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾക്ക് ഈ ഫോണുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ, ഇതൊക്കെ നമുക്ക് പിന്നീടൊരു അവസരത്തിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.